ലിഅന്ന ത്വാഅത ഹിസ്നുർ റബ്ബി തബാറക വതആല. അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളത് റബ്ബ് തആലയുടെ വലിയൊരു കോട്ടയാണെന്നുള്ളത് കൊണ്ടാണ്. ആരാണോ അള്ളാഹുവിനെ അനുസരിക്കുന്നത് അവൻ എന്ത് ചെയ്തിരിക്കുന്നത്? മൻ ദഖലഹു കാന മിനൽ ആമിനി. ആ കോട്ടയിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ സുരക്ഷിതനാണ്. ഏതാണ് കോട്ട? അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. തിന്മ ചെയ്യാതെ അള്ളാഹുവിനെ അനുസരിക്കുകയാണെങ്കിൽ ആ അനുസരണം ഒരു വലിയ സംരക്ഷണ കവചമാണ്, കോട്ടയാണ്. ആരാണോ അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യുന്നത് അവൻ അതിൽ പ്രവേശിച്ചു, അവൻ സുരക്ഷിതനാണ്. ഫൈദാ ഫാറഖൽ ഹുസ്ൻ. ആ കോട്ടയിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്തു? വേർപെട്ടാൽ, കോട്ടയിൽ നിന്ന് പുറപ്പെട്ടാൽ, ഇജ്തറ അലൈഹി ഖുത്താഉ ത്വരീഖി വഗൈറുഹും. പിന്നെന്ത് ചെയ്യും? വഴിയിലെ കൊള്ളക്കാർ, അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ അവനെതിരിൽ എന്ത് ചെയ്യാൻ തുടങ്ങും? ധൈര്യം സംഭരിച്ചുകൊണ്ട് അവനെ കീഴ്പ്പെടുത്താൻ വരും. വലാ ഹസ്ബി ഇജ്തിറാഇഹി അലാ മആസില്ല യകൂനു ഇജ്തിറാഉ ഹാദിഹിൽ ആഫാതി വന്നുഫൂസ് അലൈഹി. അവൻ എത്ര അധികം അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാൻ ധൈര്യപ്പെടുന്നുവോ അതിനനുസരിച്ച് ഈ പറയുന്ന മഖ്ലൂഖാത്തുകൾ, സൃഷ്ടികൾ ഇവനെതിരിൽ അക്രമം കാണിക്കാൻ എന്ത് ചെയ്യും? അവർക്ക് ധൈര്യം ഉണ്ടാകും. എത്രത്തോളം ഇവൻ നിസ്സാരമായിട്ട് തിന്മകൾ ചെയ്യുന്നുവോ അതിനനുസൃതമായിട്ട് പിശാചും അവന്റെ നഫ്സും മനുഷ്യ പിശാചുക്കളും കുഫാറുകളും എല്ലാവരും എന്ത് ചെയ്യും? ഇവനെതിരിൽ രംഗത്ത് വരുന്നതാണ്. വലൈസ ലഹു ഷൈഉൻ യറുദ്ദു അൻ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, ആ കോട്ടയ്ക്ക് പുറത്തു കടന്നാൽ പിന്നെ അവനെ തടുത്തു നിർത്താൻ ഒന്നും ഉണ്ടാവില്ല. ഏത് അക്രമം വന്നാലും അതിനെ തടുക്കാൻ പിന്നെ ഒരു പരിചയം ഉണ്ടാവുകയില്ല. ഫഇന്ന ദിക്റല്ലാഹ്, തീർച്ചയായും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ, വത്വാഅതഹു, അവനുള്ള അനുസരണങ്ങൾ, വസ്സദഖ, സദഖകൾ ചെയ്യുക എന്നത്, വഇർഷാദൽ ജാഹിൽ, അറിവില്ലാത്ത ആളുകൾക്ക് വഴി പറഞ്ഞു കൊടുക്കുക എന്നത്, വൽ അംറ ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കലും തിന്മയെ തടയലും, വിഖായത്തുൻ തറുദ്ദു അനിൽ അബ്ദ്. ഇതെല്ലാം എന്താണ്? ഒരു സംരക്ഷണ കവചമാണ്. ഒരു മനുഷ്യനെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താൻ പറ്റുന്ന പ്രതിരോധ കവചമാണ് ഈ പറയപ്പെട്ട കാര്യം.